ഇലത്തൂരിലെ പരാജയം പ്രതീക്ഷിച്ചതല്ല എന്ന് എ കെ ശശീന്ദ്രൻ. കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു. മുൻപ് താൻ വിജയിച്ചപ്പോൾ കിട്ടിയിരുന്ന കോൺഗ്രസ് അനുകൂല വോട്ടുകൾ ഇത്തവണ UDF-ലേക്ക് തിരികെ പോയി. പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കപ്പെടുമെന്നും എ കെ ശശീന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ എലത്തൂരിൽ എ കെ ശശീന്ദ്രൻ പരാജയപ്പെട്ടു എന്നൊരു വാർത്ത ഞെട്ടലോട് കൂടിയാണ് രാഷ്ട്രീയ കേരളം കേട്ടത്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴൊന്നും എലത്തൂരിൽ ഒരു വീഴ്ചയുണ്ടാകുമെന്ന് കരുതിയിട്ടേയില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള LDF-ന് നേരിട്ടുള്ള പരാജയത്തിൻ്റെ പശ്ചാത്തലം. അത് 140 മണ്ഡലങ്ങളെയും ചെറിയ തോതിലും വലിയ തോതിലും സ്വാധീനിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ വ്യക്തികളുടെയോ കുറ്റം കൊണ്ടല്ല ഈ പരാജയം സംഭവിച്ചതെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷേ അവിടെ ഒരു മൈനസ് ഫാക്ടർ ഉണ്ടായിരുന്നു എന്ന് പിന്നെ ഇപ്പം ഞാൻ ആലോചിക്കുക. കാരണം എലത്തൂരിൽ ഇതേവരെ കൈപ്പത്തി ചിഹ്നത്തിൽ UDF മത്സരിച്ചിട്ടില്ലായിരുന്നു. എലത്തൂരിൽ ഞാൻ ജയിക്കുന്നതിന് ഒരു ഘടകം കോൺഗ്രസിലെ പഴയകാല സുഹൃത്തുക്കളുടെ മനസ്സമ്മതമാണ്. സ്വന്തം പാർട്ടി ചിഹ്നം വന്നപ്പോൾ ട്രഡീഷണലായി കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്തിരുന്ന ആളുകൾ സ്വാഭാവികമായും വോട്ടങ്ങോട്ട് മാറി. ഒരു സ്വാഭാവിക മാറ്റമാണത്. എന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. രണ്ടാമത്, ഞാൻ നേരത്തെ മത്സരിച്ച ക്ലോക്ക് ചിഹ്നത്തിൽ TK ശശീന്ദ്രൻ എന്ന പേരിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്തി. അത് ഏതോ ബുദ്ധി കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായതാണ്, അല്ലാതെ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. അതേതാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ല, 1000-ൽ താഴെ വോട്ട് പിടിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്, അത് മാത്രമാണെന്ന് വന്നാൽ അതും സംഭവിച്ചു. അങ്ങനെ എല്ലാം കൂടി വന്നപ്പോഴുണ്ടായ ഒരു അപ്രതീക്ഷിത പരാജയം എന്ന് മാത്രമേ അതിനെപ്പറ്റി വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പരാജയത്തെ സംബന്ധിച്ചുള്ള കാര്യകാരണങ്ങളും അതോടൊപ്പം തന്നെ വനം മന്ത്രി എന്നുള്ള നിലയിലെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളുമെല്ലാം വിശദമായി തന്നെ പറയുകയായിരുന്നു മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രൻ. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയട്ടെ.